ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ആവർത്തന ഗുണനം എന്ന് പറഞ്ഞ 8ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 118 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെ പറയുന്ന സംഖ്യകളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അത് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 72 ഗുണിക്കണം 162 അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ സംഖ്യയും, അതായത് 72നെയും 162നെയും വേറെ വേറെ ആദ്യം അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാം, എന്നിട്ട് അത് ഒന്നിച്ചെഴുതാം. അപ്പോൾ ആദ്യം നമുക്ക് 72ൻ്റെ ഘടകങ്ങളാക്കാം അല്ലേ. 72ൽ 2 ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 72ൽ എത്ര 2 ഉണ്ട്? 7ൽ എത്ര 2 ഉണ്ട്? 3 2 അല്ലേ. 3 2 6 ശിഷ്ടം 1 വരും. അപ്പോൾ ആ 1 2ൻ്റെ അപ്പുറത്ത് എഴുതിയാൽ 12. 12ൽ എത്ര 2 ഉണ്ട്? 6. അപ്പം അങ്ങനെ 36 എന്ന് കിട്ടും അല്ലേ. ഇനി 36ലും 2 ഉണ്ടല്ലോ. എത്ര 2 ഉണ്ട്? 3ൽ എത്ര 2 ഉള്ളത്? ഒരു 2 ഉള്ളത്. ഒരു 2 2 ശിഷ്ടം 1 ഉണ്ടാവും. 6ൻ്റെ അടുത്ത് 1 എഴുതി വായിക്കുമ്പോൾ 16. 16ൽ എത്ര 2 ഉണ്ട്? 8 അല്ലേ. അപ്പം അങ്ങനെ 18 എന്ന് കിട്ടും. 36ൽ 18 2 ഉള്ളത്. ഇനി 18ലും 2 ഉണ്ട്. എത്ര 2 ഉള്ളത്? 9 2 അല്ലേ. 2 9 18 എന്ന് പറയുന്നത്. അപ്പോൾ താഴെ 9 എന്ന് എഴുതാം. ഇനി 9ൽ 2 ഉണ്ടോ? ഇല്ല. 3 3 ഉണ്ട് അല്ലേ. എത്ര 3 3 9. അപ്പോൾ നമുക്ക് 3 എന്നും എഴുതി കൊടുക്കാം. ഇനി ആ 3നെ നമ്മൾ ചെറുതാക്കേണ്ട ആവശ്യമില്ല അല്ലേ. 3 എന്ന് പറഞ്ഞത് ഒരു അഭാജ്യ സംഖ്യയാണ്, അതുകൊണ്ട് തന്നെ അതങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ 72 എന്നുള്ളതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 2 × 3 × 3 എന്ന് എഴുതാം അല്ലേ. 3 2കളും 2 3കളുമാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെ എഴുതാം? 2⁻3 × 3⁻2 എന്ന് എഴുതാം. 2 3 തവണയാണ്. അപ്പോൾ 2⁻3. 3 2 തവണയാണ്. അപ്പോൾ 3⁻2 എന്നുമാണ് എഴുതേണ്ടത്. ഇനി നമുക്കതുപോലെ തന്നെ 162നെ ഘടകങ്ങളാക്കി നോക്കാം. അപ്പോൾ നോക്കൂ, 162ൽ 2 ഉണ്ട് അല്ലേ. എത്ര തവണയാണ് 2 ഉള്ളത്? 16ൽ 8 തവണ 2ൽ 1, അങ്ങനെ 81 എന്ന് എഴുതാം. 162ൻ്റെ താഴെ 81 എന്ന് എഴുതി. ഇനി 81ൽ 2 ഇല്ല. പിന്നെ 3 ഉണ്ടോ? 3 ഉണ്ട് അല്ലേ. എത്ര 3? 81ൽ നോക്കുന്നതിന് പകരം ആദ്യം 8ൽ നോക്കുക. 8ൽ 2 3 ഉണ്ട്. 2 3 6 ശിഷ്ടം 2. 21 എന്ന് അടുത്ത് എഴുതുമ്പോൾ വായിക്കൂലേ. അപ്പോൾ 21ൽ എത്ര 3 ഉണ്ട്? 7 3 21 എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 27 എന്ന് കിട്ടി. 81ൽ 27 3 ഉള്ളത്. ഇനി 27ൽ 3 ഇല്ലേ നോക്കുക. 2 ഇല്ല, അതുകൊണ്ട് തന്നെ 3നെ നോക്കി. 27ൽ എത്ര 3 ഉള്ളത്? 9 3 27. അപ്പോൾ താഴെ 9 എന്ന് എഴുതി. ഇനി 9ലും 3 ഉള്ളത് അല്ലേ. എത്ര 3 ഉണ്ട്? 3 3 9. അപ്പോൾ താഴെ വീണ്ടും നമ്മൾ 3 എന്നും എഴുതിയിട്ടുണ്ട്. അപ്പം 162 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2 × 3 × 3 × 3 × 3 എന്ന് മാറ്റി എഴുതാൻ പറ്റൂലേ. അപ്പോൾ 2 എന്നുള്ളത് ഒരു തവണയാണ് അല്ലേ. അപ്പോൾ 2⁻1 എന്നോ അല്ലെങ്കിൽ 2 എന്ന് തന്നെ എഴുതാം. പിന്നെ 3 ആണെങ്കിൽ 4 തവണയുള്ളത്. അപ്പോൾ 3⁻4 എന്ന് എഴുതാം. അപ്പോൾ 2 × 3⁻4 എന്ന് എഴുതിയിട്ടുണ്ട് 162ന് പകരം. ഇനി എന്താ ചെയ്യേണ്ടത്? 72 × 162 എത്രയാണെന്ന് എഴുതേണ്ടത്. 72 എന്ന് പറഞ്ഞാൽ 2⁻3 × 3⁻2 നമ്മൾ കണ്ടുപിടിച്ചു. 162 എന്ന് പറഞ്ഞാൽ 2 × 3⁻4 കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ 72 × 162 എന്ന് പറയുമ്പോൾ 2⁻3 × 3⁻2 × 2 × 3⁻4 എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ആ 2ൻ്റെതുള്ളത് ഒന്നിച്ചു 3ൻ്റെ ഉള്ളത് ഒന്നിച്ചു എഴുതാം. അതായത് 2⁻3 × 2 × 3⁻2 × 3⁻4 എന്ന് എഴുതിയില്ലേ. ഇനി നമുക്കറിയാം, ഒരേ സംഖ്യകളുടെ കൃതികൾ തമ്മിൽ ഗുണിക്കുന്നതിന് പകരം അതിൻ്റെ കൃത്യംഗങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി എന്നല്ലേ. അതായത് x⁻m × x⁻n = x⁻m + n ആണല്ലേ. ആ ഒരു രീതിയിൽ നമ്മൾ ഓരോ ബ്രാക്കറ്റിലുള്ളതും ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ x രണ്ടും ഒരേപോലെ വരുന്നത് ആദ്യത്തെ ബ്രാക്കറ്റിലും രണ്ടാമത്തെ ബ്രാക്കറ്റിലും അങ്ങനെ ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തിൽ 2 പിന്നെ കൃതിയായിട്ട് വരുന്നത്. കൃത്യങ്കാണെങ്കിലോ 3 1 ആണ് അല്ലേ. 2⁻1 അല്ലേ 2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2⁻3 ബ്രാക്കറ്റിൽ 3 1 3 + 1 എന്ന് എഴുതാം. ഇനിയോ 3ൻ്റെതാണെങ്കിലോ 3⁻2 ബ്രാക്കറ്റിൽ 2 4 അല്ലേ. അപ്പോൾ 2 + 4 എന്നും എഴുതാം. അപ്പോൾ എന്ത് കിട്ടും? 2⁻4 × 3⁻6 എന്ന് എഴുതാൻ പറ്റൂലേ. 72 × 162 എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതി? 2⁻4 × 3⁻6 എന്ന് മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കൂ, 225 × 135 കാണാനാണ് അല്ലേ. അതിൽ 225നെ ആദ്യം നമുക്ക് ഘടകങ്ങളാക്കിയിട്ട് മാറ്റണം. അപ്പം സൈഡിൽ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കൂ, ആദ്യം 225ൽ 2 ഉണ്ടോ നോക്കുക. 2 ഇല്ല. പിന്നെ
മൂന്നുണ്ടോ നോക്കുക, മൂന്നുണ്ട്. എത്ര മൂന്നാണ്? 22-ൽ എത്ര മൂന്നാണുള്ളത്? 7 3 21 അല്ലേ? അപ്പോൾ 7 എന്ന് എഴുതുക. അവിടെ ശിഷ്ടം 1 ഉണ്ടാവും, അത് 15 ആക്കിയിട്ട് വായിക്കുമ്പോൾ 15-ൽ എത്ര മൂന്നുണ്ട്? 5 മൂന്നാണ്. അപ്പോൾ അങ്ങനെ 75 എന്ന് കിട്ടും. 225-ൽ 75 മൂന്നാണുള്ളത്. അപ്പോൾ താഴെ 75 എന്ന് എഴുതി. ഇനി 75-ൽ മൂന്നില്ലേ നോക്കുക. 75-ൽ മൂന്നുണ്ട്. എത്ര മൂന്നാണ്? 25 മൂന്നാണ് അല്ലേ? 75 എന്ന് പറഞ്ഞത് 7-ൽ 2 മൂന്നുണ്ട്, ശിഷ്ടം 1, 15-ൽ 5 മൂന്ന്, അങ്ങനെ 25 എന്ന് കിട്ടി. 75-ൽ 25 മൂന്നാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ 25 എന്നും താഴെ എഴുതി. ഇനി 25-ലോ? 25-ൽ മൂന്നില്ല, പക്ഷെ 5 ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ 5 കൊണ്ട് ചെയ്യാണ്. അപ്പോൾ 5 എത്ര 5 ഉള്ളത്? 5 5 25. അപ്പോൾ താഴെ നമ്മൾ വീണ്ടും 5 എന്ന് എഴുതി. അപ്പോൾ 225 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 3 × 3 × 5 × 5 എന്ന് എഴുതാം അല്ലേ? അതായത് 3-നെ 2 തവണയാണ് ഗുണിക്കുന്നത്. അപ്പോൾ 3^2, 5-നെയും 2 തവണയാണ് അല്ലേ? അപ്പോൾ 5^2. അപ്പോൾ 3^2 × 5^2 എന്ന് എഴുതാം. 225 എന്നുള്ളതിന് പകരം 3^2 × 5^2 എന്ന് എഴുതാം. ഇനി നമ്മൾ 135-നെ ഘടകങ്ങളാക്കി നോക്കണം. അപ്പോൾ നോക്കൂ, 135-നെ എങ്ങനെ ഘടകങ്ങളാക്കിയിട്ടുള്ളത്? 135-ൽ 2 ഇല്ല, പക്ഷെ 3 ഉണ്ട്. അപ്പോൾ നമ്മൾ 3 കൊണ്ട് ചെയ്യാണ്. 135-ൽ എത്ര 3 ഉണ്ട്? 13-ൽ എത്ര 3 ഉണ്ട്? 4 3 12 ആണ് അല്ലേ? അപ്പോൾ 4 എന്ന് എഴുതുക. ശിഷ്ടം 1 ഉണ്ട് അല്ലേ? 4 3 12 അല്ലേ ആവുന്നുള്ളൂ? 13 അവിടെ ഉള്ളത്. അപ്പോൾ 1 ഉണ്ട്. ആ 1 5-ൻ്റെ ഇപ്പുറത്ത് എഴുതി വായിക്കുമ്പോൾ 15 ആണ്. അപ്പോൾ 15-ൽ എത്ര 3 ഉണ്ട് നോക്കുക. 5 3 15. അപ്പോൾ താഴെ 5 എന്നും കൂടി എഴുതി. അപ്പോൾ അങ്ങനെ 135-ൽ 45 മൂന്നാണുള്ളത് അല്ലേ? താഴെ 45 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ആ 45-ൽ 2 ഇല്ല, 3 ഉണ്ട്. എത്ര മൂന്നാണുള്ളത്? 45-ൽ 15 മൂന്നാണുള്ളത് അല്ലേ? 4-ൽ 1 മൂന്നാണുള്ളത്, ശിഷ്ടം 1, 15-ൽ 5 3, അങ്ങനെ 15 എന്ന് കിട്ടി. 45-ൻ്റെ താഴെ 15 എന്ന് എഴുതുക. ഇനി 15-ൽ 3 ഇല്ലേ? എത്ര 3 ഉണ്ട്? 5 മൂന്നാണുള്ളത്. അപ്പോൾ താഴെ 5 എന്നും കൂടി എഴുതുക. അപ്പോൾ 135 എന്നുള്ളതിന് പകരം നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 3 × 3 × 3 × 5 എന്ന് എഴുതാം. ഇനി അതെങ്ങനെയാണ് എഴുതുക? 3 തവണയാണുള്ളത്. 3 × 3 × 3 അല്ലേ? അപ്പോൾ 3^3 എന്ന് എഴുതുക. 5 ഒരു തവണയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് × 5 എന്ന് എഴുതാം, അല്ലെങ്കിൽ 5^1 എന്ന് വേണമെങ്കിലും എഴുതാം. രണ്ടും ഈക്വൽ തന്നെയാണ്. അപ്പോൾ 3^3 × 5 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ കാണേണ്ടത്? 225 × 135-ൻ്റെതാണല്ലേ എഴുതേണ്ടത്. 225 എന്ന് പറഞ്ഞാൽ 3^2 × 5^2 ആണ് നമുക്കറിയാം. 135 എന്ന് പറഞ്ഞാൽ 3^3 × 5 ആണ് എന്നും അറിയാം. അപ്പോൾ 225 × 135 എന്നുള്ളതിന് പകരം 3^2 × 5^2 × 3^3 × 5 എന്ന് എഴുതാം അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? ആ 3-ൻ്റെതുള്ളത് അടുത്തടുത്തും 5-ൻ്റെതുള്ളത് അടുത്തടുത്തും എഴുതാം. അതായത് 3^2 × 3^3 × 5^2 × 5 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? ഇനി നമുക്കറിയാം, രണ്ട് സംഖ്യകളുടെ കൃതികൾ തമ്മിൽ ഗുണിക്കുന്നതിന് പകരം അവയുടെ കൃത്യംഗങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. അതായത് x⁻m × x⁻n എന്ന് പറയുന്നത് x⁻m + n ആണ്. അപ്പോൾ 3^2 × 3^3 എന്ന് പറയുന്നതിന് പകരം എങ്ങനെ എഴുതാം? 3^2 + 3 എന്ന് എഴുതാം. അതുപോലെ 5^2 × 5^1 എന്ന് പറയുന്നതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? 5^2 + 1 എന്ന് എഴുതാം. 2 + 3 എന്ന് പറയുമ്പോൾ 5 അല്ലേ? അപ്പോൾ 3^2 + 3 എന്ന് പറഞ്ഞാൽ 3^5 ആയി. അതുപോലെ 5^2 + 1 എന്ന് പറഞ്ഞാൽ 5^3 ആയി അല്ലേ? അപ്പോൾ എന്ത് എഴുതാം? 3^5 × 5^3 നമുക്ക് ആൻസർ കിട്ടും. അതായത് 225 × 135-നെ എങ്ങനെ മാറ്റി എഴുതി? 3^5 × 5^3 എന്ന് മാറ്റി എഴുതാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 105 × 175 ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് 105-നെ ഘടകങ്ങളാക്കിയിട്ട് നോക്കണം. അപ്പോൾ നോക്കൂ, നമുക്ക് സൈഡിലൊന്ന് ചെയ്ത് നോക്കാം. 105-ൽ 2 ഇല്ല, പക്ഷെ 3 ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ 3 കൊണ്ട് ചെയ്യാം. 105-ൽ എത്ര 3 ആണുള്ളത്? പിന്നെ 10-ൽ എത്ര 3 ആണുള്ളത്? 3 3 അല്ലേ? 3 3 9 ആണ്, ശിഷ്ടം 1. 15-ലോ 5 3 ആണ്, അങ്ങനെ 35 എന്ന് കിട്ടി. 105-ൽ 35 മൂന്നാണ് ഉള്ളത്. അപ്പോൾ 35 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി 35-ൽ 3 കറക്റ്റ് പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 നോക്കുക. 5 ഉണ്ട്, എത്ര 3 ആണ്? എത്ര 5 ആണ്? 7 5 ആണ് അല്ലേ? അപ്പോൾ 7 എന്നും എഴുതിയിട്ടുണ്ട്. ഇനി നോക്കൂ, ഇപ്പോൾ ആ 7-നെ ഇനി ചെറുതാക്കണോ? വേണ്ട, അത് അഭാജ്യ സംഖ്യയാണ്. 7-ന് 1ഉം 7ഉം മാത്രമാണ് ഘടകങ്ങളായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 7 ഒരു അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ 3 5 7 എല്ലാം ഓരോന്നാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ 105 എന്നുള്ളതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? 3 × 5 × 7 എന്ന് എഴുതാം. ഇനി നമ്മൾ 175-നെ ഘടകങ്ങളാക്കി നോക്കുകയാണ്. 175-ൽ 2 കറക്റ്റ് പോകുന്നില്ല, 3 കറക്റ്റ് പോകുന്നില്ല, 5 പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ 5 കൊണ്ട് ചെയ്യാം. 5 എത്ര എണ്ണം ഉണ്ട്? ഇപ്പോൾ 175-ൽ എത്ര 5 ഉള്ളത്? 17-ൽ എത്ര 5 ഉള്ളത്?
3 5 15 അപ്പോൾ 3 എന്ന് എഴുതുക. 15 കഴിഞ്ഞാൽ ശിഷ്ടം 2 ഉണ്ട് അല്ലേ, 17. അപ്പോൾ ആ 2 എന്ന് വായിക്കുമ്പോൾ 25 ആയി. 25 എത്ര 5 ഉണ്ട്? 5 ആണുള്ളത്. അപ്പോൾ 5 എന്ന് എഴുതി. അങ്ങനെ 35 എന്ന് കിട്ടിയില്ലേ. 175ൻ്റെ താഴെ 35 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി 35ലും 5 ഉണ്ട്. എത്ര 5 ഉള്ളത്? 7 5 35. അപ്പോൾ താഴെ നമ്മൾ 7 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 175 എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 5 × 5 × 7 എന്ന് എഴുതാം. 5 × 5 എന്ന് പറഞ്ഞാൽ 5^2 അല്ലേ, 2 തവണ അല്ലേ. അപ്പോൾ 5^2, 7 ഒന്നേ ഉള്ളൂ. അപ്പോൾ 7 എന്ന് തന്നെ എഴുതാം. അപ്പോൾ 5^2 × 7 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 175 എന്നുള്ളതിന് പകരം 5^2 × 7 എന്ന് എഴുതി. ഇനി നമ്മൾ എന്താ കാണേണ്ടത്? 105 × 175 ആണ്. അപ്പോൾ അതെങ്ങനെ എഴുതാം? 105 എന്ന് പറഞ്ഞാൽ 3 × 5 × 7 ആണ്. 175 എന്ന് പറഞ്ഞാൽ 5^2 × 7 ആണ്. അപ്പോൾ 105 × 175 എന്ന് പറഞ്ഞാൽ 3 × 5 × 7 5^2 × 7 എന്ന് എഴുതാം. ഇനി ഒരേപോലെയുള്ളതൊക്കെ അടുത്തടുത്ത് എഴുതാം. അതായത് 3 × 5 × 5^2 × 7 × 7 എന്ന് എഴുതാം അല്ലേ. ഇനി നോക്കുക, ആ ബ്രാക്കറ്റിലുള്ളതിനെ നമുക്ക് ഒന്ന് കൂട്ടിയാണ്ട് എഴുതാൻ പറ്റും. എങ്ങനെയാണ്? അതായത് x⁻m × x⁻n എന്ന് പറഞ്ഞാൽ x⁻m + n ആണ്, നമുക്കറിയാം അല്ലേ. ആ ഒരു രീതിയിൽ അതിനെ മാറ്റി എഴുതുമ്പോൾ 5 × 5^2 എന്നുള്ളത് എന്താവും? 5 എന്ന് പറഞ്ഞാൽ 5^1 ആണ്. അപ്പോൾ ആ 1 + 2 എന്നാക്കിയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് എഴുതണത് നോക്കൂ. 3 × 5^1 + 2 അല്ലേ. കൃത്യങ്കങ്ങൾ 1ഉം 2ഉം അല്ലേ, അത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന രീതിയിൽ 1 + 2 × 7. 7ൻ്റെതും 2ലും 1 1 എന്നാണല്ലേ. 7^1 ആണ്. 7 എന്ന് പറഞ്ഞാൽ 7^1 എന്നാണ്. അപ്പോൾ അത് രണ്ടും 7 × 7 എന്നുള്ളതിന് പകരം നമ്മൾ എങ്ങനെ എഴുതാം? 7^1 + 1 എന്ന് എഴുതാം. ഇനിയോ അത് രണ്ടും കൂട്ടി എഴുതുമ്പോൾ 3 × 5^3 അല്ലേ. 5^1 + 2 പറഞ്ഞാൽ 3 അല്ലേ. അപ്പോൾ 5^3 × 7 എത്രയാണ്? 1 കൂട്ടിയാൽ 2 ആണ്. 7^2 എന്നും കിട്ടി. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 3 × 5^3 × 7^2 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. 105 × 175 എന്നുള്ളതിന് പകരമാണ് നമ്മൾ എന്ത് എഴുതിയിട്ടുള്ളത്? 3 × 5^3 × 7^2 എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 25 × 45 × 75 ആണല്ലേ കാണേണ്ടത്. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് ഓരോന്നിനെയും ഘടകങ്ങളാക്കണം. അപ്പോൾ 25ന് ആദ്യം ഘടകമാക്കാം. 25നെ ഘടകമാക്കുമ്പോൾ എങ്ങനെയാണ്? 25ൽ 5 ഉണ്ട് അല്ലേ. എത്ര 5 ആണ്? 5 5 25 ആണ്. അപ്പോൾ 25 എന്നുള്ളതിന് പകരം നമ്മൾ 5 × 5 എന്ന് എഴുതാം. 5 × 5 എന്നുള്ളതിനെ എങ്ങനെ മാറ്റി എഴുതാം? 5^2 അല്ലേ. 5 2 തവണയല്ലേ ഉള്ളത്. അപ്പോൾ 5^2 എന്ന് എഴുതാം. ഇനിയോ 45നെ ഘടകമാക്കി നോക്കാം. അപ്പോൾ 45നെ ഘടകമാക്കുമ്പോൾ 45ൽ 2 ഇല്ല, 3 ഉണ്ട്. എത്ര 3 ഉള്ളത്? 15 3 45 അല്ലേ. 4 ഒരു 3ഉം പിന്നെ ശിഷ്ടം 1, 15ൽ 5 3, അങ്ങനെ 15 എന്ന് താഴെ എഴുതാം. ഇനി 15ൽ 3 ഉണ്ട്. എത്ര 3 5 3 15. അപ്പോൾ താഴെ 5 എന്നും എഴുതാം. ഇനി 45 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 3 × 3 × 5 എന്ന് എഴുതാം. അപ്പോൾ അതിനെങ്ങനെ മാറ്റി എഴുതാം? 3 2 തവണയാണ്. അപ്പോൾ 3^2 5 ഒരു തവണ തന്നെയുള്ളൂ. അപ്പോൾ × 5 എന്ന് എഴുതും. അപ്പോൾ 3^2 × 5 എന്ന് എഴുതിയില്ലേ. ഇനി 75നെയും കൂടി ഘടകങ്ങളാക്കി നോക്കണം. 75ൽ 3 ഉണ്ടല്ലോ. എത്ര 3 ആണുള്ളത്? 25 3 75 അല്ലേ. അപ്പോൾ 75ൻ്റെ താഴെ നമ്മൾ 25 എന്ന് കൊടുക്കുക. എങ്ങനെ നോക്കിയേ? 7ൽ നോക്കുക. 7ൽ 2 3 ഉണ്ട്. ശിഷ്ടം 1. 15ൽ 5 3 ഉണ്ട്. അങ്ങനെ 25 എന്ന് കിട്ടി. ഇനി 25ൽ എന്താണ്? 3 ഇല്ല, 5 ഉണ്ട് അല്ലേ. എത്ര 5 ഉള്ളത്? 5 5 ആണ് 25. അപ്പോൾ താഴെ 5 എന്നും കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ 75 എന്നുള്ളതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? 3 × 5 × 5 എന്നും എഴുതാം. അതായത് 3 ഒരു തവണയുള്ളൂ. അപ്പോൾ 3 × 5 2 തവണ ഉണ്ട്. അപ്പോൾ 5^2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 75 എന്നുള്ളതിന് പകരം 3 × 5^2 എന്ന് കിട്ടി. ഇനി നമ്മളോട് എന്താ കാണാൻ പറ്റുള്ളത്? 25 × 45 × 75നെ എങ്ങനെ എഴുതാമെന്നാണ് കാണേണ്ടത്. 25 എന്ന് പറഞ്ഞാൽ 5^2 ആണ്. 45 എന്ന് പറഞ്ഞാൽ 3^2 × 5 ആണ്. 75 എന്ന് പറഞ്ഞാലോ 3 × 5^2 ആണ്. അപ്പോൾ 25 × 45 × 75 എങ്ങനെ എഴുതാം? 5^2 × 3^2 × 5 × 3 × 5^2 എന്ന് എഴുതാം. ഇനി ഒരേപോലെയുള്ളതൊക്കെ അടുത്തെഴുതാം. അതായത് കൃതികൾ ഒരേപോലെയുള്ളതിന് അടുത്തെഴുതുമ്പോൾ 3^2 × 3 × 5^2 × 5 × 5^2 എന്ന് എഴുതാം അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം x⁻m × x⁻n = x⁻m + n ആണ് എന്നല്ലേ. ആ രൂപത്തിലാവുമ്പോൾ ഇതെങ്ങനെ എഴുതാം? 3^2 × 3 എന്ന് പറഞ്ഞാൽ 3^2 + 1 ആണ്.
അതുപോലെ 5^2 ഇൻറ്റു 5 ഇൻറ്റു 5^2 എന്നുള്ളത് എങ്ങനെ മാറ്റി എഴുതാം? 5^2 പ്ലസ് 1 പ്ലസ് 2 അല്ലേ? 2ഉം 1ഉം കൂട്ടിയാൽ 3, 3 2ഉം കൂട്ടിയാൽ 5. അപ്പം അങ്ങനെ 5^5 എന്നും കിട്ടും. അപ്പോൾ എന്തായി? 3^3 ഇൻറ്റു 5^5 നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അതായത് 25 ഇൻറ്റു 45 ഇൻറ്റു 75 എങ്ങനെ എഴുതാം? 3^3 ഇൻറ്റു 5^5 നമുക്ക് ആൻസർ എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 1 മുതൽ 15 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1 മുതൽ 15 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഓരോന്നിനും നമ്മൾ എന്താക്കണം? അതായത് കൃതികളുടെ രൂപത്തിൽ എഴുതണം അല്ലേ? അതിൽ പിന്നെ അഭാജ്യ സംഖ്യകളെ മാറ്റി എഴുതേണ്ടതില്ല. ഏതൊക്കെയാണ് 1 മുതൽ 15 വരെയുള്ള അഭാജ്യ സംഖ്യകൾ? എന്താണ് അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ? 1ഉം ആ സംഖ്യയും മാത്രം ഘടകങ്ങളായിട്ട് വരുന്നതാണ് അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞത്. അപ്പോൾ 1 മുതൽ 15 വരെയുള്ളതിൽ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞത് 2, 3, 5, 7, 11, 13 ഒക്കെയാണ് അല്ലേ? വേറെ ഏതും ഇല്ലല്ലോ? ഇല്ല. 15ൻ്റെ ഇടയിൽ ഇത് മാത്രമാണ് അഭാജ്യ സംഖ്യയായിട്ട് വരുന്നത്. ആ ഒരു സംഖ്യയും പിന്നെ 1 മാത്രം അതിന് ഘടകങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ നോക്കൂ, ബാക്കിയുള്ളതിൻ്റെ നമ്മൾ എഴുതണം. ഏതൊക്കെയാണ്? ഇപ്പോൾ 3 കഴിഞ്ഞാൽ 4ൻ്റെത് എന്താണ്? 2 ഇൻറ്റു 2 ആണ് അല്ലേ? 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 തവണയാണ്. അപ്പോൾ 2^2 എന്ന് എഴുതാം. ഇനിയോ 5ൻ്റെത് എഴുതണ്ട, അത് അഭാജ്യ സംഖ്യയാണ്. പിന്നെ 6ൻ്റെത് എഴുതണം. 6 എത്രയാണ്? 2 ഇൻറ്റു 3 ആണ്. 2 ഓരോന്ന് തന്നെ ഉള്ളൂ. അതുകൊണ്ട് അത് പിന്നെ കൃതിയായിട്ട് എഴുതാനില്ല. 2 ഇൻറ്റു 3 എന്ന് തന്നെ എഴുതിയാൽ മതി. ഇനിയോ 7 അഭാജ്യ സംഖ്യയാണ്. 8ൻ്റെതോ? 8 എന്നുള്ളത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ് അല്ലേ? 3 തവണ 2നെ ഗുണിക്കുകയാണ്. അപ്പോൾ 2^3 എന്ന് എഴുതി കൊടുക്കാം. ഇനിയോ 9. 9 എന്ന് പറഞ്ഞാൽ എന്താ? 3 ഇൻറ്റു 3 ആണ് അല്ലേ? 3 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 3 2 തവണയാണ്. അപ്പോൾ 3^2 എന്ന് എഴുതാം. ഇനി 10ൻ്റെതാണെങ്കിലോ 2 ഇൻറ്റു 5 എന്നാണ്. 2 ഇൻറ്റു 5 എന്നാവുമ്പോൾ അതിനെ നമ്മൾ പിന്നെ അതിൽ മാറ്റി എഴുതാനൊന്നുമില്ല. 2 എണ്ണം വീതമൊന്നുമില്ല. ഒക്കെ ഒന്ന് തന്നെ ഉള്ളൂ. അപ്പോൾ 2 ഇൻറ്റു 5 എന്ന് തന്നെ എഴുതാം. ഇനി 11, അത് അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ എഴുതേണ്ടതില്ല. 12 ആണെങ്കിലോ 12നെ 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് എഴുതാം. 12നെ 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 2 തവണ ഉണ്ട് അല്ലേ? അപ്പോൾ 2^2 ഇൻറ്റു 3 എന്ന് മാറ്റി എഴുതാൻ പറ്റും. ഇനി 13 അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ അതിന് അങ്ങനെ എഴുതാൻ കഴിയില്ല. ഇനിയോ 14. 14 എങ്ങനെയാണ്? 2 ഇൻറ്റു 7 എന്ന് എഴുതാം അല്ലേ? അത് ഓരോന്ന് തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇനി 15നോ 3 ഇൻറ്റു 5 എന്ന് എഴുതാം. 3ഉം 5ഉം അഭാജ്യ സംഖ്യയാണ്. അതുകൊണ്ട് 3 ഇൻറ്റു 5. അപ്പോൾ അതിനും ഒറ്റൊന്ന് മാത്രം ആയതുകൊണ്ട് തന്നെ മാറ്റി എഴുതാനൊന്നുമില്ല. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? 1 മുതൽ 15 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ നോക്കൂ, 1 ഇൻറ്റു 2 2ആണ്. അപ്പോൾ 1നെ നമുക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ളതോ? 1നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും ആ സംഖ്യ തന്നെയല്ല കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 1 എഴുതണമെന്നില്ല. ബാക്കിയുള്ളത് ഓരോന്നായിട്ട് എഴുതാം. അതായത് 2 എന്നുള്ളതിനെ 2 എന്ന് തന്നെ എഴുതാം അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 3നെ 3 തന്നെയാണ് അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ 3 ഇൻറ്റു 4 എന്നുള്ളതിന് പകരം നമ്മൾ എന്താണെന്ന് സൈഡിൽ എഴുതിയിട്ടുണ്ട് അല്ലേ? എന്താണ്? 2^2 ആണ്. അപ്പോൾ അത് എഴുതുക. പിന്നെ 5 എന്നുള്ളത് അഭാജ്യ സംഖ്യ ആയതുകൊണ്ട് 5 എന്ന് തന്നെ എഴുതുക. 6ന് പകരം എന്താണ്? 2 ഇൻറ്റു 3 ആണ്. പിന്നെ 7 അഭാജ്യ സംഖ്യ ആയതുകൊണ്ട് അതങ്ങനെ തന്നെ എഴുതുക. പിന്നെ 8ന് പകരം എന്താണ്? 2^3 ആണ് അല്ലേ? പിന്നെ 9ന് പകരമാണെങ്കിലോ 3^2 ആണ്. 10ന് പകരം 2 ഇൻറ്റു 5 ആണ്. 11ന് പകരം 11 തന്നെ എഴുതുക. 11 അഭാജ്യ സംഖ്യയാണ്. 12ന് പകരം 2^2 ഇൻറ്റു 3 ഇൻറ്റു 13 എന്നുള്ളത് അഭാജ്യ സംഖ്യ ആയതുകൊണ്ട് അതുപോലെ എഴുതുക. 14 എന്നുള്ളതിന് പകരം 2 ഇൻറ്റു 7 എന്ന് എഴുതുക. 15 എന്നുള്ളതിന് പകരം 3 ഇൻറ്റു 5 എന്ന് എഴുതുക അല്ലേ? എന്താണ് എഴുതേണ്ടത്? നമ്മൾ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ആ ഒരു രൂപത്തിൽ നമ്മൾ മാറ്റി എഴുതുക. ഇനി ഒരേപോലെയുള്ള കൃതികൾ വരുന്നതൊക്കെ നമുക്ക് അടുത്തടുത്ത് എഴുതാം. അതായത് 2 കൃതിയായിട്ട് വരുന്നത് ഏതൊക്കെയുള്ളത്? അല്ല, വളരെ സൂക്ഷിച്ച് എഴുതണം. അത് മിസ്സായി പോയാൽ നമ്മളെ സംഖ്യ തന്നെ മാറൂലേ? ഏതൊക്കെയാണ്? 2 ഇൻറ്റു 2^2 ഇൻറ്റു 2 ഇൻറ്റു 2^3 ഇൻറ്റു 2 ഇൻറ്റു 2^2 ഇൻറ്റു 2 അല്ലേ? അത്ര എണ്ണല്ലേ ഉള്ളത്. പിന്നെ 3 വരുന്നതോ? സൂക്ഷിച്ച് നോക്കുക. ഏതൊക്കെയുള്ളത്? ഒരു 3 ഉണ്ട്, വീണ്ടും ഒരു 3 ഉണ്ട്, പിന്നെ ഒരു 3^2 ഉണ്ട്, പിന്നെ ഒരു 3 ഉണ്ട്, പിന്നെ ഒരു 3 ഉണ്ട്. ഇനി 5 വരുന്നതോ? 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് എഴുതാം അല്ലേ? 3 5കളല്ലേ ഉള്ളത്. പിന്നെ 7 വരുന്നത് 2 ഉണ്ട്, 7 ഇൻറ്റു 7. പിന്നെ 11 ഒന്നുണ്ട്, 13 ഒന്നുണ്ട്. ഇത്രയല്ലേ ഉള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ബ്രാക്കറ്റിലുള്ള 2ൻ്റെത് എഴുതിയിട്ടില്ലേ? അതിൻ്റെ കൃത്യങ്ങളെല്ലാം കൂടെ ഒന്ന് കൂട്ടുക. അതായത് ഫസ്റ്റത്തെ 2 എന്നുള്ളതിന് ⁻1 ആണ് അല്ലേ? അപ്പോൾ ആ 1 1 പ്ലസ് 2 പ്ലസ് 1 പ്ലസ് 3 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 1 എത്ര കിട്ടുന്നത്? 11 എന്ന് കിട്ടും അല്ലേ? ഞാനത് ഒന്നുകൂടെ എഴുതി കൂട്ടി കാണിക്കുന്നില്ല. പക്ഷെ ഞാൻ അതിൻ്റെ മുകളിലൊക്കെ 1 എന്നുള്ളതിന് 1 എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതായത് 2^1 അങ്ങനെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കൂ, അത് കൂട്ടുമ്പോൾ എന്താണ് കിട്ടുന്നത്? 11 ആണുള്ളത്. 1ഉം 2ഉം 1ഉം 3ഉം 1ഉം 2ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ 11 ആണുള്ളത്. അപ്പോൾ 2^11 എന്ന് എഴുതാം. അതുപോലെ 3ൻ്റെതാണെങ്കിലോ ഏതൊക്കെയുള്ളത്? 1 1ഉം 2ഉം 1ഉം 1ഉം ആണ് അല്ലേ?
അപ്പോൾ എത്ര കിട്ടുന്നത് 6 കിട്ടുന്നത്. അപ്പോൾ 3/6 എന്ന് എഴുതാം. ഇനി 5 ആണെങ്കിലോ 5 3 അപ്പോൾ 5/3 എന്ന് എഴുതാം. 7 ആണെങ്കിൽ 2 ഉള്ളത്, അപ്പോൾ 7/2 എന്ന് എഴുതാം. പിന്നെ 11ഉം 13ഉം ഓരോന്ന് വീതം ഉള്ളത്. അപ്പോൾ എന്താണ് ആൻസർ എഴുതേണ്ടത്? 2/11 ഇൻറ്റു 3/6 ഇൻറ്റു 5/3 ഇൻറ്റു 7/2 ഇൻറ്റു 11 ഇൻറ്റു 13 എന്നാണ് നമ്മൾ ആൻസറായിട്ട് എഴുതേണ്ടത്. ആവർത്തിച്ച് പറയേണ്ടി വരില്ല എന്ന് തോന്നുന്നു, കാരണം നമ്മൾ ഇതുവരെ ചെയ്ത കണക്കുകളൊക്കെ ഇത് തന്നെയാണ് അല്ലേ. അതായത് 2 എന്ന് പറഞ്ഞാൽ 2/1 അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട് അല്ലേ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ 2 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നതും 4 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്തതും ആയ സംഖ്യകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1ൻ്റെ 25ൻ്റെയും ഇടയിൽ 2 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? 2ൻ്റെ ഗുണിതങ്ങളല്ല അല്ലേ. 2ൻ്റെ ഗുണനപ്പട്ടികൾ 2ൻ്റെ ഗുണിതങ്ങളെല്ലാം എന്താണ്? 2 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളാണ്. അപ്പോൾ ഏതൊക്കെയാണ്? 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24 വരെ നമുക്ക് എഴുതാം. ഇനി ഇതിൽ തന്നെ 4 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്ത സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കഴിയുന്ന സംഖ്യ ഏതാ നമുക്ക് എഴുതാം, എന്നിട്ട് കഴിയാത്തത് ഏതാന്ന് നോക്കാലോ. കഴിയുന്ന സംഖ്യ എന്ന് പറയുമ്പോൾ ഏതാണ്? 4ൻ്റെ ഗുണിതങ്ങളില്ലേ. 4, 8, 12, 16, 20, 24 അത്ര എണ്ണയല്ലേ ഉള്ളൂ 25ൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ആ ഒരു 2 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യന്ന് ഈ സംഖ്യകൾ ഒഴിവാക്കി ബാക്കിയുള്ള സംഖ്യകളൊക്കെ എന്ത് തന്നെയായിരിക്കും? 4 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്തതും 2 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നതുമായ സംഖ്യകളായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ സംഖ്യകൾ മാറ്റിക്കഴിഞ്ഞാൽ അതിൽ ബാക്കിയുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? 2, 6, 10, 14, 18, 22 അല്ലേ. ഇത്രയും സംഖ്യകളല്ലേ 2 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നതും 4 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്തതുമായ സംഖ്യകൾ എന്ന് പറഞ്ഞത്. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. 4 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നതും 8 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്തതുമായ സംഖ്യകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 4 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യ നമ്മൾ നേരത്തെ എഴുതിയില്ലേ. ഏതൊക്കെയാണ്? 4, 8, 12, 16, 20, 24 ഇതാണ് 4 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യ. ഇനി 8 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്തത് ഇതിലേതാണ്? കഴിയുന്നത് ഏതൊക്കെയാണ്? 8ൻ്റെ ഗുണിതങ്ങൾ 8, 16 പിന്നെ 24 ആണ് അല്ലേ. 8ഉം 16ഉം 24ഉം അല്ലാത്ത ബാക്കിയുള്ള സംഖ്യകളൊക്കെ എന്താണ്? ഹരിക്കാൻ കഴിയാത്തതായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് അതിലുള്ളത്? 8ഉം 16ഉം 24ഉം മാറ്റി വെച്ചാൽ ബാക്കി 4ഉം 12ഉം 20 അല്ലേ. 4 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയും ചെയ്യും, എന്നാൽ 8 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്തതുമായ സംഖ്യകൾ 1 മുതൽ 25 വരെ ഉള്ളതിൻ്റെ ഉള്ളിലുള്ളത് ഏതൊക്കെയാണ്? 4, 12, 20 ആണ്. ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. 8 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നതും 16 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്തതുമായ സംഖ്യ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 8 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയണത് ഏതൊക്കെയാണ്? 8ൻ്റെ ഗുണിതങ്ങളില്ലേ. 8, 16, 24 അത്ര എണ്ണല്ലേ ഉള്ളൂ 25ൻ്റെ ഉള്ളിൽ. അപ്പോൾ 8ഉം 16ഉം 24 ആണ് 8 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യ എന്ന് പറഞ്ഞത്. പിന്നെ അതുകൊണ്ട് കഴിയും വേണമെന്നാൽ 16 കൊണ്ട് കഴിയാത്തത് എന്ന് പറഞ്ഞാൽ 16ൻ്റെ ഗുണിതം ഇന്ന് ഒഴിവാക്കണം. അപ്പോൾ ബാക്കിയുള്ള സംഖ്യകളായിരിക്കും 8 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയും, എന്നാൽ 16 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്തതുമായ സംഖ്യകൾ. അപ്പോൾ ഏതൊക്കെയാണ്? 8ഉം 24 അല്ലേ. ഇനി ഇതിൽ തന്നെയുള്ള 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന 2ൻ്റെ ഏറ്റവും വലിയ കൃതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമുക്ക് ഓരോന്നിനും ഘടകങ്ങളായിട്ട് എഴുതണം. അപ്പോൾ എല്ലാത്തിൻ്റെ എഴുതണം. 1 മുതൽ 25 വരെയുള്ള എല്ലാ സംഖ്യയുടെ എഴുതണം എന്നില്ല. 2ൻ്റെ ഗുണിതങ്ങളുടെ ഘടകങ്ങൾ എഴുതിയാൽ മതി. 2ൻ്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24 വരെയുള്ളത് അല്ലേ. അതിൻ്റെ ഓരോന്നിൻ്റെയും ഘടകങ്ങളാക്കിയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ നോക്കൂ, 2ൻ്റെത് 2 തന്നെയാണ് അല്ലേ. 4ൻ്റെതോ 2 × 2 ആണ്. 6ൻ്റെത് 2 × 3 ആണ് അല്ലേ. 6 എന്ന് പറഞ്ഞാൽ 8ൻ്റെതാണെങ്കിലോ 2 × 2 × 2. 10ൻ്റെത് 2 × 5 ആണ്. 12ൻ്റെത് 2 × 2 × 3 ആണ്. 14ൻ്റെത് 2 × 7 ആണ്. 16ൻ്റെത് 2 × 2 × 2 × 2 ആണ്. 18ൻ്റെത് 2 × 3 × 3 ആണ്. 20ൻ്റെത് 2 × 2 × 5 ആണ്. 22ൻ്റെത് 2 × 11 ആണ്. 24ൻ്റെത് 2 × 2 × 2 × 3 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ എത്ര 2 ഉണ്ട് നോക്കണം അല്ലേ. എത്ര 2 ഉണ്ട് ഒന്ന് എണ്ണി നോക്കൂ. 22 2 അതായത് 2/22 ആണ്. 2ൻ്റെത് വരുന്നത് ഏതാണ്? 22 കൃത്യം 22 ആണ് വരുന്നത്. അപ്പോൾ 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന 2ൻ്റെ ഏറ്റവും വലിയ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ 2/22 എന്ന് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും.
ഇനി അടുത്ത പേജിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.